ഇടയ്ക്കിടയ്ക്ക് ഓരോ സന്യാസിമാർ അതിനു മുമ്പ് തൊട്ടേ സ്വപ്നത്തിൽ എന്ന പോലെ വന്ന് എൻ്റെ അടുക്ക് പറയുന്നുണ്ട്, തിബറ്റിൽ പോകണം, 5 സമാധി സ്ഥലങ്ങൾ കാണണം. ബൗദ്ധികമായ എല്ലാ കാര്യങ്ങളും ഈ മെറ്റീരിയലൈസ് ചെയ്തിരിക്കുന്ന കഴിവുകളും എല്ലാം ഈ പ്രാതിഭാസിക തലമാണ്. ഈ സിദ്ധൻ ജ്ഞാനിയാകണമെന്നില്ല, പക്ഷെ ജ്ഞാനിക്ക് സിദ്ധികൾ പലതും ഉണ്ടായിരിക്കും. പക്ഷെ ജ്ഞാനി ഒരിക്കലും സിദ്ധികളെ മോഹിച്ച് പോകുന്നതിനല്ല. പക്ഷെ പലരും സിദ്ധി ലഭിക്കുന്നത് ദേവതയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് പറഞ്ഞു നടക്കും. അതുകൊണ്ടാണ് ജ്ഞാനിക്ക് ഒരു നിമിഷം ഒരു യുഗം പോലെയാണ്. 11-12 വർഷം മുമ്പ് വരെ ഒരു മാസം 1.25 ലക്ഷം രൂപയുടെ കുപ്പിമരുന്ന് മാത്രം വിറ്റുമാറുമായിരുന്നു. അവിടെ വരുന്ന സ്വാമിമാരെല്ലാം ഇങ്ങോട്ടും വരും. അങ്ങനെയൊക്കെയുള്ള വേദാന്ത ചർച്ചകളൊക്കെ നടക്കുന്ന ആ ഒരു തീവ്രമായ രീതി അങ്ങ് പോയി. അപ്പോഴേക്ക് അച്ഛന് അങ്ങനെ എനിക്ക് എൻ്റെ ഒരു മനസ്സിൽ ഈ വിഷയങ്ങളെല്ലാം അങ്ങനെ ഇതല്ല, ഇതിനപ്പുറം എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഇതിങ്ങനെ പ്രത്യേകിച്ച് ഒരാളും ചെയ്തിരിക്കുന്ന ആവണമെന്നില്ല. ഇങ്ങനെയൊക്കെ ഞാൻ പറയാൻ തുടങ്ങി. ഇപ്പൊ എന്തായാലും പൂർവ്വജന്മത്തിൽ ഭാരതത്തിലെ ഏതോ ഒരു ഗുരുവായിട്ടാണ് കേശവൻ കൊച്ചച്ഛനും ഒക്കെ നോക്കിയിട്ട് പറഞ്ഞിട്ടുള്ള, എന്താണെന്ന് അറിയില്ല മക്കളെ എന്നൊക്കെ അച്ഛനും പറഞ്ഞു. എല്ലാവരുടെയും ഗവേഷണം അതാണ് എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ അതൊന്നും ഞാനും ഗൗരവത്തിലെടുത്തിട്ടില്ല. അപ്പോഴും അച്ഛൻ ഒരിക്കലും എന്നോട് പറഞ്ഞു, വൈരക്കല്ല് മോന് ധരിക്കണം. അപ്പൊ അമ്മ പറഞ്ഞു, ഈ പല പല പ്രശ്നങ്ങൾ ഇത്രയും പേര് ഈ വീട്ടിലുണ്ട്, പഴയ കുടുംബം, അതിനിടയ്ക്ക് കുഞ്ഞിനൊരു വൈരക്കല്ലൊക്കെ ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കെല്ലാം അമർഷമോ ബുദ്ധിമുട്ടോ മാനസിക പ്രശ്നമൊക്കെ ആയിരിക്കും, അതൊന്നും ചിന്തിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും അച്ഛൻ പറയുമായിരുന്നു, എന്നാണെങ്കിലും നീ വൈരക്കല്ല് ധരിക്കണം എന്ന് പറയുമായിരുന്നു. ഞാൻ പിന്നെ അതൊന്നും ചിന്തിച്ചിട്ടില്ല, ഇത്രയും കാലം ചെയ്തിട്ടില്ല. അടുത്ത കുറച്ചു കാലം മുമ്പ് ഈ അഗസ്ത്യനാടി നിർബന്ധമായിട്ട് ലാഭകാണ്ഡത്തെക്കുറിച്ച് പല കാണ്ഡങ്ങളും വായിച്ചപ്പോഴാണ് വൈരക്കല്ല് ധരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര സെന്റ് മതി, അപ്പൊ അതിനകത്ത് തന്നെ ഇത്രയാകാവുന്നുണ്ട്, അപ്പൊ അതിന് ആ ഒരു പേരിന് അതിട്ടു. അപ്പൊ അങ്ങനെ ഓരോന്നും അങ്ങനെ പറഞ്ഞതല്ല. പിന്നെ എനിക്ക് വയറ്റിന് അസുഖം വരുമ്പോഴും ഒരു ഇല കഴിക്കണമെന്ന് അതിനകത്ത് വെച്ചു. ആ ഇല അവർക്കും അറിയില്ല. പിന്നെ അത് തപ്പി നമ്മൾ കണ്ടെത്തി. അവര് പറഞ്ഞു എങ്ങനെയെങ്കിലും തിരക്കി അറിയുക, ഇതിനകത്ത് പേരെഴുതിയിരിക്കുന്നത് ഇതാണ് എന്ന് പറഞ്ഞു. ആ പേരുള്ള ഇല ഏതാണെന്ന് തപ്പിയെടുത്തപ്പോ ഈ ഇല എൻ്റെ അച്ഛൻ എനിക്ക് കുട്ടിക്കാലത്ത് വയറ്റിന് അസുഖം വന്നു കഴിഞ്ഞാൽ ഈ ഇല പറിച്ചു തരും, അത് ചവച്ചരച്ച് കഴിക്കാൻ പറയും. അപ്പൊ എന്റെ വയറ്റിന് കുറച്ച് പ്രശ്നം. ഇതിനെ പറ്റി എല്ലാം കൃത്യമായിട്ടുള്ളത് അച്ഛന് 1999 ഫെബ്രുവരി 10 മരിക്കുമെന്ന് പറഞ്ഞു. ഫെബ്രുവരി 4 മരിച്ചു. അങ്ങനെയായിരുന്നു. അത് അച്ഛൻ വളരെ ഇതായിരുന്നു. അച്ഛൻ്റെ ഉപാസന മന്ത്രം തന്നെയാണ് എന്നെ പഠിപ്പിച്ചത്. പിന്നെ ഞാൻ ചെയ്യുന്ന യോഗ പോലുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതേ ഉള്ളൂ. അച്ഛൻ പക്ഷേ പഴയ കാലത്തെ കഥാപ്രസംഗക്കാരനായിരുന്നു. അന്നത്തേക്കാൾ 175 വേദിയിൽ പോയതാ. അച്ഛൻ പറഞ്ഞേക്കാം അവസാനത്തെ വേദി, അവിടെ രേഖകളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അതാരും കൊണ്ടാടിയില്ല, അച്ഛൻ അതിനൊട്ട് ശ്രമിച്ചുമില്ല അംഗീകാരം നേടിയെടുക്കാനും ഒന്നും. നമ്മളൊക്കെ പോയി പൂർവ്വജന്മത്തിൽ വരുമ്പോഴ് നമ്മൾ ഇങ്ങനെ എല്ലാം കണ്ടപ്പോഴാണ് ഈ നാടി വായിച്ച എല്ലാം ശരിയാണ്. എൻ്റെ ഓരോ സഹോദരങ്ങളും എന്നോട് എങ്ങനെയാണ്, മാതാപിതാക്കൾ എങ്ങനെയാണ്, അമ്മയുടെ പ്രത്യേകത, അച്ഛന്റെ പ്രത്യേകത, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, എൻ്റെ പേര്, ഞാൻ ജനിച്ച സമയം, എൻ്റെ ഗ്രഹനില ഇങ്ങനെ കുറിച്ചു തന്നു. അപ്പൊ ഞാൻ അത്ഭുതപ്പെടില്ലേ? എൻ്റെ ഗ്രഹനില കൃത്യമായി കിട്ടി. പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് പെട്ട വ്യക്തിബന്ധങ്ങള്, അവരുടെ പേര്, പൂർവ്വജന്മത്തിൽ അവരുമായിട്ട് എനിക്ക് എന്തായിരുന്നു ബന്ധം, അവരുടെ അന്നത്തെ പേരും ഇന്നത്തെ പേരും ഒന്ന്, അങ്ങനെ തന്നെ ആ പേരിൽ തന്നെ ആ വ്യക്തി വന്ന് ജനിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടില്ലേ? അതെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വന്നു. പിന്നെ ഈ പിന്നെ എനിക്കെപ്പോഴും ഉത്തരേന്ത്യൻ ഭക്ഷണമാണോ കൂടുതൽ ഇഷ്ടം. യാദൃശ്യമായി ഉത്തരേന്ത്യൻ കടയിൽ കയറി കഴിച്ചു. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് എനിക്കിതാണ് ശരിയായ ഭക്ഷണം. എനിക്ക് ഉത്തരേന്ത്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, വയറ്റിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല, എപ്പോഴും ശരീരമൊക്കെ നല്ലതായിട്ടിരിക്കും. ഇപ്പം നമ്മളുടെ നാട്ടിലെ ഭക്ഷണം എന്ന് വെച്ചാൽ പൊതുവെ കേരളീയ ഭക്ഷണം ഇഷ്ടമാണ് എങ്കിൽ പോലും എനിക്ക് കൂടുതൽ പിടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാം കൂടി വന്നു. ഇതിന് ശേഷം അമ്മ മരിച്ചിട്ട് പിന്നെ ഒരിക്കൽ ഞാൻ 2 തവണ മൂകാംബികയ്ക്ക് പോയി. അപ്പൊ ഒരു തവണ ഞാൻ മൂകാംബികയ്ക്ക് പോയിരിക്കുമ്പോഴാണ് ഈ നമ്മുടെ സൗവർണികയുടെ തീരത്ത്, സൗവർണിക നദിയിൽ വെള്ളം കുറവാണ്. അപ്പൊ ഞാൻ ഒരിക്കലും എങ്ങനെ വെള്ളത്തിൽ തുള്ളിച്ചാടാത്ത ഞാൻ അവിടെ ചെല്ലുമ്പോൾ കിടന്ന് മാറി. അപ്പൊ അവിടെ നിന്ന് കരയ്ക്ക് ഒരു സ്വാമി എന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. കുറെ കഴിഞ്ഞിട്ടും സ്വാമി അവിടെ നിന്ന് മാറുന്നില്ല. കരയ്ക്ക് കയറിയപ്പോ സ്വാമി നമസ്തേ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞ, പൂർവ്വജന്മത്തിൽ നൃത്തവും ചെയ്തിരുന്നു, ഈ ജന്മത്തിൽ നൃത്തം ചെയ്യുന്നില്ല, അതുകൊണ്ട് ചിദംബരത്ത് പോകണമെന്ന് പറഞ്ഞു. അതേ പോയിന്റ് ഞാൻ എൻ്റെ ഒരു വളരെ അടുപ്പമുള്ള ഒരാളുടെ അടുക്കൽ വൈക്കത്തി എന്നിട്ട് അവിടുന്ന് അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഏറ്റുമാനൂരിൽ അത്താഴ പൂജ പോയി തൊഴുതിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഞാൻ കാർ അങ്ങോട്ട് വിട്ടു. അത്താഴ പൂജ തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഹരിപ്പാട് അമ്പലത്തിലെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് അവിടുത്തെ ആ 3 വർഷത്തെ
വ്യവസ്ഥ അനുസരിച്ചുള്ള പൂജാകർമ്മങ്ങളെല്ലാം തീർന്നതിന് ശേഷം പിന്നീട് ചാർജ് എടുക്കുന്നത് മുഖം ഏറ്റുമാനമില്ല. അപ്പൊ പഴയ പരിചയക്കാരനെ കണ്ട് അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ സംസാരിച്ചു, എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അത്താഴ പൂജ കഴിഞ്ഞ് സംസാരിച്ചു. അപ്പോഴേക്ക് പുറത്തേക്ക് ശ്രീബലി എഴുന്നള്ളിപ്പിനെ ശീവേലിക്ക് ഇറങ്ങാനുള്ള ഒരുക്കമായി. ഇറങ്ങിയപ്പോൾ കൊടിമരത്തിന്റെ തൊട്ടിപ്പുറത്ത് നിന്ന് ഒരു സ്വാമി പറഞ്ഞു, പൂർവ്വജന്മത്തിൽ നൃത്തവും ചെയ്തിരുന്നു, ബാക്കി അത് ഈ ജന്മത്തിലില്ല, അതുകൊണ്ട് ചിദംബരത്ത് പോകണം. മറ്റേ സ്വാമി അവിടെ പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ വന്നപ്പോൾ പിന്നെ അതിനുശേഷം എന്നോട് പറഞ്ഞു ഒന്ന് വരൂ എന്ന് പറഞ്ഞു ആ സ്വാമി എന്നോട് പറഞ്ഞു ഒന്ന് വരൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങൂടെ നടന്നു ചെന്നു. എന്തിനാണെന്ന് ചോദിക്കുന്നില്ല. അവിടെ കാടുണ്ടല്ലോ ഈ മൂകാംബിയില്, ആ കാട്ടിലേക്ക് പോയി വട്ടത്തിലുള്ള ഇല പറിച്ച് കാണിച്ചിട്ട് ഇത് നോക്കിക്കോളാൻ പറഞ്ഞു. നോക്കിയപ്പോ ഒരു മംഗോളിയൻ ഛായയുള്ള മുഖം. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ആരാണ് എന്ന് ചോദിച്ചപ്പോഴാണ് ഇത് പൂർവ്വജന്മരൂപം, ഇതാണ് പൂർവ്വജന്മരൂപം എന്ന് പറയും. അപ്പോഴും ഞാൻ അന്തം വിട്ടു. പക്ഷെ അത് മനസ്സിലായില്ല. ഇലയിലോട്ട് നോക്കാൻ പറഞ്ഞു. അപ്പൊ അത് കണ്ണാടി പോലെ ഇലയിൽ രൂപം കാണാം. എനിക്കിത് എങ്ങനെയാണെന്ന് ഇപ്പോഴും അറിയില്ല. പെട്ടെന്ന് മംഗോളിയൻ ഛായയുള്ള ഒരു മുഖമാണ്. അതായത് അവർ ആ ഇല പറിച്ച് നമ്മളെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ മുഖം കണ്ണാടി തെളിഞ്ഞു കാണുക. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിതെല്ലാം അവിടവും കഴിഞ്ഞ് അവരവും കഴിഞ്ഞ് നാട്ടിൻപുറത്തെ ഒരു വാക്ക് അങ്ങനെ. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വെളിവ് വീഴുന്നത്. സ്വാമിയുടെ ബാക്കിയും കൂടെ ഒക്കെ ചോദിക്കാൻ, സ്വാമിയുടെ പേരെന്താ, നാളെന്താ, സ്ഥലം ഏതാ, എന്ത് ചെയ്യുന്നു, എവിടെയാണ്, ഫോൺ നമ്പർ, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. അവിടെ തന്നെ അപ്രത്യക്ഷമായ സ്വാമി അല്ല. ഞാൻ അദ്ദേഹത്തോട് ശരിയെന്നാ സ്വാമി എന്ന് പറഞ്ഞെങ്കിൽ പോകുന്നു കുറച്ചിങ്ങോട്ട് വന്നിട്ട്. അപ്പൊ ഞാൻ പണ്ടൊക്കെ പോകുമ്പോഴേ അവിടെയൊക്കെ കുരങ്ങുകൾക്ക് കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും അപ്പോഴാ ഈ സ്വാമിയോട് വിവരം തിരക്കേണ്ടതല്ല, എന്തൊരു മണ്ടനാ ഞാനെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നപ്പോൾ അവിടെ ഇങ്ങനെ സ്വാമിയില്ല. നമുക്ക് ഈ ബാക്കി കാര്യങ്ങൾ അവരോട് ചോദിക്കാൻ പറ്റാതെ പോകുന്നത് നമ്മൾ ഓർക്കുള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ നിശബ്ദമായി പോവുക. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് യോഗ പഠിച്ചത്. അങ്ങനെ 17 വയസ്സുള്ള എനിക്ക് എന്റെ പ്രായക്കാരും വലിയ കൂട്ടില്ല, കണ്ടാൽ സംസാരിക്കുക, അത്രയാണ്, ശരിക്കും കാര്യം പറയും. കളികളിലൊക്കെ ഏർപ്പെട്ടാലും ശകല നേരം കളിക്കുമ്പോൾ എനിക്ക് ബോറടിക്കും. ഞാൻ ഒറ്റയ്ക്ക് പോയിരിക്കാൻ നോക്കും. ഞാനിങ്ങി പോരും, അമ്മയുടെ കൂടെ വന്നിരുന്ന് എന്തെങ്കിലും പറയുകയോ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുകയോ. എനിക്ക് ഒത്തിരി നേരം ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന അത്രയൊന്നും ഇഷ്ടമായിരുന്നില്ല. അപ്പോഴും എന്നെ ആരും സൈക്കിൾ പഠിപ്പിക്കാനുമില്ല. അപ്പോൾ ഞാൻ 17 വയസ്സുള്ളപ്പോൾ 25 4 സൈക്കിള് 1 മണിക്കൂറത്തേക്ക് കൂലിക്ക് കിട്ടും. അവിടുന്ന് വാടകയ്ക്ക് ഒരു കടയിൽ നിന്ന് വടക്കേ പിടിയാന്ന് പറയാം, വടക്കേ പിടിയെ പോയിട്ട് സൈക്കിളും വാടകയ്ക്ക് എടുത്ത്, അന്നത്തെ കാലത്ത് ഇറങ്ങാൻ അറിയില്ല എനിക്ക്. ഈടിയും മയിൽക്കുറ്റിയിലും ഒക്കെ ചവിട്ടിയാണ് ഇറങ്ങുന്നത്. കയറുന്നത് തന്നെ തുത്തി കയറാനോ തിരിക്കാനോ ഒന്നും അറിയില്ല. വിട്ടാൽ 8 കിലോമീറ്റർ ഒക്കെ അങ്ങ് പോകും. അപ്പൊ ഹരിപ്പാട്ടൊന്ന് വിട്ട് പൊടിയാടിയിലൊക്കെ പോയി നിൽക്കും, ചെന്നിത്തല പോയി നിൽക്കും, അങ്ങനെ അങ്ങ് പോകും. അപ്പൊ ഒരു ഭാരത് ബന്ദ് ദിവസം സൈക്കിളിൽ വിട്ട് 17 വയസ്സേ ഉള്ളൂ. അപ്പോഴ് ഞാൻ ഹരിപ്പാട് അമ്പലത്തിന്റെ അവിടേക്ക് പോയി. അങ്ങനെ പോയിട്ട് അവിടെ ചെന്ന് ചവിട്ടി ഇറങ്ങാൻ പരുവത്തിനുള്ള ഭാഗമുണ്ട്. ഇറങ്ങിയപ്പോൾ ആൽത്തറയിൽ ഒറ്റക്കൽ മണ്ഡപത്തിന്റെ തൊട്ടടുത്തുള്ള ആൽത്തറയിൽ ഒരു സ്വാമി വെള്ള പുതച്ചിരിക്കുന്നു. ഒത്തിരി വയസ്സനായ സ്വാമിയാണ് അദ്ദേഹം, സന്യാസി. ഞാൻ അടുക്ക ചെന്ന് ധ്യാനത്തിലിരിക്കുക. ഞാൻ അടുക്ക ചെന്നു. ഈ കുട്ടിക്കാലത്തെ സന്യാസിമാരെ കണ്ട് ശീലമുള്ള എനിക്ക് സന്യാസിമാരുടെ വലിയ ആകർഷണം. അപ്പോ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം കണ്ണു തുറന്നു. കുഞ്ഞിന് യോഗാസനം ശീലിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനത് ഒത്തിരി കാലമായി മോഹിച്ചിടന്നു. അദ്ദേഹം അവിടെ ഞാൻ ശീലിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും 6 ആസനങ്ങൾ പ്രധാനപ്പെട്ട് പഠിപ്പിച്ചു. അത് സാധാരണ ഞാൻ പോലും പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒക്കുകയില്ല. അവിടെ വെച്ച് തുടങ്ങുക. ഇതുകൊണ്ട് തീരുന്നില്ലല്ലോ സ്വാമി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാ പറഞ്ഞു അത് കാലം പഠിപ്പിച്ചോളൂ. സ്വാമി കണ്ണു അടച്ചു. ഞാൻ പേടിച്ച് സൈക്കിൾ എടുത്തുകൊണ്ട് വന്നു. സ്വാമിയെ പിന്നെ ഇതുവരെ കണ്ടിട്ടുമില്ല. അങ്ങനെയാണ് എൻ്റെ യോഗ തുടക്കം. പിന്നെ ഒത്തിരി പേരിൽ നിന്നും പല ടിപ്സും പഠിച്ചു. അതിനു മുമ്പ് ഞാൻ ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടികളെല്ലാം കൂടെ യോഗ ഡെമോൺസ്ട്രേഷൻ നടത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കട്ടിലിൽ കിടന്ന് കാണിക്കുന്ന ഗോഷ്ഠികളെല്ലാം ഓരോ യോഗാസനങ്ങളാണെന്ന്. അന്നൊക്കെ അമ്മ പറയും മക്കളെ കുടലും അറിയും എന്ന് പറയുമായിരുന്നു. പിന്നീട് 17 വയസ്സായപ്പോഴാണ് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. പിന്നെ ഒരു കാര്യം അത്രയും കിട്ടി, അതും കൊണ്ട് അങ്ങ് മുന്നോട്ട് പോയി. അപ്പോൾ പിന്നെ പടിപടിയായിട്ട് ഓരോ വഴി കൂടെയും പലത് കിട്ടി. ഇതാണ് എൻ്റെ ഒരു കാര്യം. അപ്പൊ പൂർവ്വജന്മത്തിനെ കുറിച്ച് ഞാൻ പറയാൻ കാര്യം, എൻ്റെ A to Z വസ്തുനിഷ്ഠമായിട്ട് പോലും എനിക്ക് കേൾക്കാൻ പറ്റും. പിന്നെ അത് ശരിയല്ലേ? തീർച്ചയായും. ഇനി ഇപ്പോഴാണെങ്കിൽ അതിനുശേഷമാണെങ്കിൽ അതിനകത്തൂടെ തന്നെ പറഞ്ഞിരുന്നു കാശ്മീർ തിബറ്റ് ഇവിടെ ഒക്കെ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. അപ്പോ ഇടയ്ക്കിടയ്ക്ക് ഓരോ സന്യാസിമാർ അതിനു മുമ്പ് തൊട്ടേ സ്വപ്നത്തിൽ എന്ന പോലെ വന്ന് എൻ്റെ അടുക്ക് പറയുന്നുണ്ട് തിബറ്റിൽ പോകണം, 5 സമാധി സ്ഥലങ്ങൾ കാണണം. പിന്നെ ഇതിനകത്ത് സമാധി സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ആരുടെയാണെന്ന് എങ്ങനെ അറിയും? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഒന്നാമത് ഈ സിദ്ധിവിശേഷങ്ങളെ ഒട്ടും അങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരാളെ വേദാന്ത ബുദ്ധി ആയതുകൊണ്ട് എനിക്ക് എല്ലാവരും സിദ്ധിവിശേഷങ്ങളെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ് പറയുന്നത് ഓൾ ഇന്ത്യ ലെവൽ മൊത്തം അങ്ങനെ അങ്ങ് ആയിപ്പോയിട്ടുണ്ട്.
സ്പിരിച്വാലിറ്റിയും സിദ്ധിവിശേഷവും അത് സർവജ്ഞത്വം സർവസിദ്ധത്വം. ശങ്കരാചാര്യ ആദിശങ്കരൻ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നുമില്ല. സർവസിദ്ധത്വം വേറെ, സർവജ്ഞത്വം വേറെ. അതെങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ഇപ്പം സ്പിരിച്വാലിറ്റിയിൽ അത്രത്തോളം അറിവും എക്സ്പീരിയൻസും സിദ്ധികൾ ലഭിക്കുന്നത് അല്ലല്ല. അതിന് വ്യാവഹാരിക തലം, പ്രാതിഭാസിക തലം, പാരമാർത്ഥിക തലം എന്ന് പറഞ്ഞ 3 തലങ്ങളുണ്ട്. ശ്രീകൃഷ്ണൻ അത് വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തൊരാളെ അത് അത്രയും ഇങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളൂ ശ്രീകൃഷ്ണൻ. ഇപ്പൊ വ്യാവഹാരിക തലമുണ്ട്, പ്രാതിഭാസിക തലമുണ്ട്, പാരമാർത്ഥിക തലമുണ്ട്. വ്യാവഹാരിക തലം നമ്മളുടെ ഈ ട്രാൻസാക്ഷണൽ വേൾഡ്, നമ്മൾ ഈ ക്രയവിക്രയ ലോകം, അവിടാണ് ഈ ധർമാധർമ്മങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതൊക്കെ. ലോകത്തിന്റെ സുതാര്യമായ നിലനിൽപ്പിന്, മാനവരുടെ സുതാര്യമായ ജീവിതത്തിന് വേണ്ടി ധർമാധർമ്മ വ്യവസ്ഥകളൊക്കെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാക്കി അങ്ങനെയാണ് ഈ പോകുന്നത്. അതിനപ്പുറത്തേക്ക് പ്രാതിഭാസിക തലം, പ്രതിഭാസങ്ങളുടെ തലം, കണ്ടുപിടുത്തങ്ങളുടെ തലം, അത്ഭുത സിദ്ധികളുടെ തലം, മനുഷ്യന്റെ കഴിവുകളുടെ തലം. ഇതെല്ലാം ബൗദ്ധികമായ എല്ലാ കാര്യങ്ങളും, ഈ മെറ്റീരിയലൈസ് ചെയ്തിരിക്കുന്ന കഴിവുകളും എല്ലാം ഈ പ്രാതിഭാസിക തലമാണ്. പാരമാർത്ഥിക തലമാണ് ഈ പരമാത്മജ്ഞാനം. പാരമാർത്ഥിക തലം എന്ന് വെച്ചാൽ ബോധാതീതം, അതിബോധത്തെ കുറിച്ച് പറയുന്ന തലം. ഈ സർവജ്ഞപീഠം എന്ന് പറയുന്നത് അതൊക്കെ ശങ്കരാചാര്യ കയറിയെന്ന് പറയുന്നത് അതാണ്. മനസ്സിലായില്ലേ? അപ്പൊ സർവജ്ഞനും സർവജ്ഞത്വവും സർവസിദ്ധത്വവും രണ്ടിനുണ്ട്. അപ്പൊ സിദ്ധികൾ വരുമ്പോൾ നമുക്ക് അഹങ്കാരവും വരും. ഈ സിദ്ധൻ ജ്ഞാനിയാകണമെന്നില്ല, പക്ഷെ ജ്ഞാനിക്ക് സിദ്ധികൾ പലതും ഉണ്ടായിരിക്കും. പക്ഷെ ജ്ഞാനി ഒരിക്കലും സിദ്ധികളെ മോഹിച്ച് പോകുന്നതിനുമല്ല. അതുകൊണ്ടാണ് ഒരുപാട് ഈ സിദ്ധികളുടെ ഇപ്പം അഷ്ടൈശ്വര്യ സിദ്ധികളുണ്ട്, ഗൗണസിദ്ധികളുണ്ട്, ക്ഷുദ്രസിദ്ധികളുണ്ട്. ഇങ്ങനെ സിദ്ധികൾ തന്നെ പല വെറൈറ്റി ഉണ്ട്. അതിനകത്ത് തന്നെ ഒരുപാട് ഉപഭാഗങ്ങളൊക്കെയാണ്, ഉപഘടകങ്ങളുണ്ട്. ഇപ്പം അണിമ, മഹിമ, ലഹിമ, ഗരിമ എന്നും പറഞ്ഞുണ്ടല്ലോ. അതൊക്കെ എല്ലാവരും ഇപ്പൊ ഒത്തിരി ചർച്ചകൾ ചെയ്ത് കാണും. ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോഴ് സിദ്ധികളുടെ തലങ്ങളിൽ ഇവിടെയൊക്കെ ദേവതകളെ ആരാധിച്ചൊക്കെ നമ്മളുടെ അനന്ത സാധ്യതകളെ പുറത്തേക്ക് എടുക്കുകയാണ്. അവിടെ ഒന്നുകിൽ സിദ്ധൻ ദേവതകളിൽ കുടുങ്ങിക്കിടക്കും, അല്ലെങ്കിൽ ഇതിൽ അഹങ്കരിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരുപാട് അത്ഭുതങ്ങൾ നടക്കും. പക്ഷെ പലരും സിദ്ധി ലഭിക്കുന്നത് ദേവതയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് പറഞ്ഞു നടക്കുന്നത്. അതെ, കാരണം ആ ദേവതയിൽ കുടുങ്ങി പോകുന്നത്. അവിടുന്ന് പിന്നെ മോചനമില്ല. കാരണം സർവജ്ഞത്വം അവിടെ നിന്നും അപ്പുറമാണ്. ബോധാതീതം എന്ന് പറയുന്നതല്ല, മൈക്രോ സെക്കൻഡ്സിലുള്ള ലൈഫാണ്. അതുകൊണ്ടാണ് ഞാനിക്ക് ഒരു നിമിഷം ഒരു യുഗം പോലെയാണ്. അത്രമാത്രം സൂക്ഷ്മതയിലേക്ക് ഞാനിപ്പോ ഒരാളിനെ ഇത്ര ചെയ്തു, ഞാൻ ഇത്രയും രക്ഷിച്ചു എന്നൊക്കെ പറയുന്നതെല്ലാം മൗഢ്യമാണ്. ഞാൻ ആരെയാണ് രക്ഷിക്കേണ്ടതെന്ന് ചോദിക്കും. വ്യാവഹാരിക തലത്തിലും പ്രാതിഭാസിക തലത്തിലും അതിനൊക്കെ പ്രാധാന്യമുണ്ട്. ഞാൻ എത്രയോ ലക്ഷം പേരുടെ ജ്യോതിഷം നോക്കി. ഇപ്പൊ 27 വർഷമായി. ആദ്യ കാലങ്ങളിലൊക്കെ വർഷങ്ങളോളം ദിവസം 42 പേരുടെ പേരെ നോക്കിയിട്ടുണ്ട്. ഇവരിൽ തന്നെ ഓരോരുത്തരും എത്രയോ പേരുടെയാണ് വരുന്നത്. എല്ലാ ദിവസവും രാത്രി, ബാക്കി സമയം റിസർച്ചാണ്. അക്കാലത്ത് ചികിത്സയും ഉണ്ട്. അന്ന് എനിക്കാണെങ്കിൽ മിനിമം ഒരു 10 വർഷം മുമ്പ് വരെ, 11 വർഷം മുമ്പ് വരെ, 11-12 വർഷം മുമ്പ് വരെ ഒരു മാസം 1.25 ലക്ഷം രൂപയുടെ കുപ്പിമരുന്ന് മാത്രം വിറ്റുമാറുമായിരുന്നു. പിന്നെ എനിക്ക് സഹായിക്കാൻ ആളുകളില്ല. എനിക്ക് ഈ മറ്റു കാര്യങ്ങളിലേക്കുള്ള ഫോക്കസിങ് കുറയുന്നുണ്ടപ്പോൾ നിർത്തി. പക്ഷെ അഷ്ടാംഗഹൃദയൊക്കെ എൻ്റെ തലയിൽ മനപ്പാടമായിട്ടിരിക്കുക. ഏത് ചെടികളെ കുറിച്ചാണെങ്കിലും ഇതെല്ലാം കേട്ട് വളരാൻ, എല്ലാം കണ്ടു വളർന്നു, എല്ലാം ഭാഗ്യം കിട്ടി. എനിക്കിതിനൊക്കെ വാസന. അപ്പൊ പൂർവ്വജന്മത്തിൽ വൈദ്യനും ആയിരുന്നു അതിനകത്തും ഉണ്ട്. ഇപ്പോഴും ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ ഇന്നത് ചെയ്യൂ. ഇപ്പൊ ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിന് ഭയങ്കരമായ പ്രശ്നം, ഗർഭപാത്രം എടുത്ത് കളയണമെന്ന് പറഞ്ഞു വന്നപ്പോൾ ഈ അടുത്ത സമയത്ത് എന്നോട് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിന് ഇന്ന ഒരു കായുണ്ട്, അതെടുത്തിട്ട് ഇതുപോലെ ഈ ടിപ്സ് ആർക്കും പറഞ്ഞു കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. അത് നിസ്സാരമായൊരു കാര്യമാണ്. അതോടുകൂടി അവർ പറഞ്ഞ ആ പ്രശ്നം മാറി, കൈയും കാലിനും നീർവീഴ്ചയൊക്കെ വന്നതെല്ലാം മാറി, ഇപ്പൊ ഒരു കുഴപ്പമില്ല, ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു. അതങ്ങ് മാറി. അങ്ങനെയുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്തൊക്കെ. അത് പിന്നെ പഠിച്ചത്, പൂർവികർ പറഞ്ഞു കേട്ടത്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ പൂർവ്വജന്മഫലം നമ്മൾ നോക്കുമ്പോൾ മുമ്പേ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, സർവജ്ഞത്വം സർവസിദ്ധത്വം. ഈ സിദ്ധികളിലൂടെ ഇപ്പൊ തമിഴ് ശൈവിസം ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അത് നാഥസമ്പ്രദായം, ഈ തീർത്ഥപാദ സമ്പ്രദായം, തീർത്ഥപാദർ എന്ന പേരിന്റെ കൂടെ ചട്ടമ്പി സ്വാമിയൊക്കെ അവിടെ അതിലുമൊക്കെ കുറെ സിദ്ധികൾക്ക് പ്രാധാന്യം കൂടെ വരുന്നുണ്ട്.